വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന എല്ലാ 2 മാർക്ക് ചോദ്യങ്ങളും ഒരൊറ്റ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചിരിക്കുക. ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, കാൽക്കുലേറ്റ് ദി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് ഡാനിയൽ സെൽ റിയാക്ഷൻ. ഡാനിയൽ സെൽ റിയാക്ഷൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഡാനിയൽ സെൽ റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് log Kc is equal to Ne0 cell divided by 0.059 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഇക്വിലിബ്രിയം ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഡാനിയൽ സെൽ ആയതുകൊണ്ട് നമ്പർ ഓഫ് ഇലക്ട്രോൺ 2 ആണ്. ഡാനിയൽ സെൽ ആയതുകൊണ്ട് E0 സെൽ 1.1 വോൾട്ട്, അതൊന്നും ഗിവണല്ലേ. ഡാനിയൽ സെൽ നിനക്കറിയണേ, E0 സെൽ ഈസ് 1.1 വോൾട്ട് ആണ്, 0.059. ഇതാണ് log Kc. ഇനി Kc കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ആന്റി ലോഗ് ഓഫ് ദിസ് വാല്യൂ, ഈ കിട്ടിയ വാല്യൂന്റെ ആന്റി ലോഗ് കണ്ടാൽ മതി. അടുത്ത് സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി കാണാനാ പറഞ്ഞത്. സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ഡെൽറ്റ G0 മൈനസ് NF E0 സെൽ. റെഡി? N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺ ഡാനിയൽ സെല്ലിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺ 2 ആണ്. എഫ് എത്രയാണ്? എഫ് 96,500 കുളുംബാണ്. ഇതൊരു കോൺസ്റ്റന്റ് ആണ്. ഇത് എവിടെ നിന്ന് വന്ന് തപ്പണ്ട, ഇതൊരു കോൺസ്റ്റന്റ് ആണ്. E0 സെൽ 1.1 വോൾട്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു -212300 കുളും വോൾട്ട്. 1 കുളും വോൾട്ട് ഈസ് ഈക്വൽ 1 ജൂൾ. സോ 2123 ജൂൾ ആയിരിക്കും. ജൂൾ. ക്ലിയർ അല്ലേ? അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ചോദ്യം സൊല്യൂഷനിൽ നിന്നാണ്. ഡിഫൈൻ മൊളാരിറ്റി ഡിഫൈൻ ചെയ്യാനാണ്. 1 ലിറ്റർ സൊല്യൂഷനിൽ അടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെയാണ് എന്ത് വിളിക്കുന്നത്? മൊളാരിറ്റി. ആൻഡ് അടുത്ത ചോദ്യം ഇതാണ്. കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 10 gram of NaOH in 450 ml സൊല്യൂഷൻ. കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മൊളാരിറ്റി. ആദ്യം എന്ത് ചെയ്യണം? മൊളാരിറ്റി ഈസ് ഈക്വൽ നമ്പർ ഓഫ് മോൾസ് പെർ ലിറ്റർ ആണ്. നമ്പർ ഓഫ് മോൾസ് കാണണം. നമ്പർ ഓഫ് മോൾസ് കാണണം. ഫസ്റ്റ് നമ്പർ ഓഫ് മോൾസ് കാണാം. 10 gram NaOH ആണ് തന്നിരിക്കുന്നത്. അപ്പൊ 10 ഗിവൺ മാസ് എഴുതുക. NaOH ന്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 40. യെസ്. അപ്പൊ n ന്റെ വാല്യൂ നമ്പർ ഓഫ് മോൾസ് കിട്ടുന്നത് എത്രയാ? 0.25. യെസ്, 0.25 കിട്ടും. യെസ്. ഇനി മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. 0.25 ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ആണ്. ഇവിടെ മില്ലി ലിറ്ററിലാണ്. അപ്പൊ 0.450 ml ആണെങ്കിൽ 0.45 ലിറ്റർ ആവും അല്ലേ? യെസ്. അപ്പൊ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കിട്ടും. ഒന്നെങ്കിൽ മില്ലി ലിറ്ററിനെ അപ്പൊ തന്നെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ 1000 വെച്ചിട്ട് ആ മൊത്തം ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യാം. അടുത്ത ചോദ്യം. യെസ്, ഓക്കെ. അടുത്ത ചോദ്യം. ഡിഫൈൻ കോളറേഷൻസ് ലോ എന്നാ. മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് an electrolyte at infinite dilution or zero concentration can be calculated by Coloration's law. Zero concentration or electrolyte ന്റെ molar conductivity calculate ചെയ്യാനുള്ള law ആണ് Coloration's law. Molar conductivity is equal to sum of ionic conductivity of cations and anions. കാറ്റയോണിന്റെ കണ്ടക്ടിവിറ്റി, സീറോ കോൺസെൻട്രേഷനിലെ കാറ്റയോണിന്റെ കണ്ടക്ടിവിറ്റി പ്ലസ് സീറോ കോൺസെൻട്രേഷനിലെ ആനിയോണിന്റെ കണ്ടക്ടിവിറ്റി ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ഒരു ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് സ്ട്രോങ് ആയാലും വീക്ക് ആയാലും പറ്റും. അടുത്ത ചോദ്യം ഇതാണ്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ കാറ്റലിറ്റിക് പ്രോപ്പർട്ടി ഓഫ് ട്രാൻസിഷൻ എലമെന്റ്? എന്തുകൊണ്ടാണ് ട്രാൻസിഷൻ എലമെന്റുകൾ നല്ല കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? ഒന്ന്, അവർക്ക് ലാർജ് സർഫസ് ഏരിയ ആണ് അല്ലെ. അതേപോലെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ അവർ കാണിക്കും. +2, +3, +4 ഒക്കെ കാണിക്കുന്ന എലമെന്റുകൾ ഉണ്ട്. അതേപോലെ എല്ലാത്തിനെയും റീസൺ ഒരൊറ്റ ടേബിളിൽ കൊടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ട് അവർ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു, കാറ്റലിസ്റ്റുകളായിട്ട് ആക്ട് ചെയ്യുന്നു. എന്തുകൊണ്ട് അവർ കോംപ്ലക്സ് ഫോർമേഷൻ റെഡി ആവുന്നു, കളർ ഫോർമേഷൻ എന്തുകൊണ്ടാണ് നടക്കുന്നത്, അലോയ് ഫോർമേഷൻ എന്താണ്? ഒന്നാമത്തെ കളർ ഫോർമേഷൻ ഒന്നും ഇല്ലാതെ, DD ട്രാൻസിഷൻ ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലടാ. ഓണം എക്സാമിന് 100%. അതേപോലെ അവരുടെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റും ഇമ്പോർട്ടന്റ് ആ. അവരുടെ D ഇലക്ട്രോൺ, അവരുടെ S ഇലക്ട്രോണിന്റെ കൂടെ N-1 D ഇലക്ട്രോണും കൂടെ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കും. അതുകൊണ്ടാണ് വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുക. ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. ഒന്നുമില്ല, ഇലക്ട്രോളിസിന്റെ സമയത്ത് ഇലക്ട്രോഡുകൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിന്റെ മാസ് അതിലൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയുടെ ക്വാണ്ടിറ്റിക്ക് എന്തായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. NaCയിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ സോഡിയവും മോൾട്ടൺ NaCയിലാ സോഡിയവും ക്ലോറിൻ ലിബറേറ്റ് ചെയ്യും. അതിലേക്ക് അത് ലിബറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന മാസ് എന്തിനാ? അതിലൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയുടെ ക്വാണ്ടിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. എല്ലാം മറന്നുപോയി. M=Z. അടുത്ത ചോദ്യം ഇതാണ്. കാൽക്കുലേറ്റ് ദ വാൻ ഡോർ ഫാക്ടർ ഓഫ് ദ ഫോളോയിങ്. ആദ്യം NaCl ആണ്. NaCl Na പ്ലസും Cl മൈനസും ആയിട്ടാണ് ഡിസോസിയേറ്റ് ചെയ്യുക. വാൻ ഡോർ ഫാക്ടർ എത്രയാണ്? 2 ആണ്. അടുത്തത് AlCl3 ആണ്. AlCl3 എങ്ങനെയാണ്? Al3+ ആയിട്ടും 3Cl- ആയിട്ടുമാണ്. അപ്പൊ വാൻ ഡോർ ഫാക്ടർ എന്ന് പറയുന്നത് 4 ആണ്. അടുത്തത് MgOH ട്വൈസ് ആണ്. Mg 2+ ആയിട്ടും
2OH minus 2OH minus ആയിട്ട് 3 ആണ്. യെസ് വാൻ ഡോ ഫാക്ടർ 3 ആണ്. റെഡിയൽ നമ്പർ ഓഫ് അയോൺ ഫോംഡ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മോളിക്യൂൾ ടേക്കൺ. അതാണ് വാൻ ഓഫ്. അടുത്ത ചോദ്യം. For determining the molecular mass of polymers, osmotic pressure is preferred. പോളിമേഴ്സിന്റെയും പ്രോട്ടീൻസിന്റെ ഒക്കെ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഏതാണ്? ഓസ്മോട്ടിക് പ്രഷർ. എന്തുകൊണ്ട് എന്നായിരിക്കും ക്വസ്റ്റ്യൻ എങ്കിൽ നിങ്ങൾ പറയാ റൂം ടെമ്പറേച്ചറിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഓസ്മോട്ടിക് പ്രഷർ ആണ്. അടുത്തത് ഇൻട്രാവേനിയസ് ഇഞ്ചക്ഷൻ. നമ്മുടെ ബ്ലഡിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന ഏത് സാധനവും 0.9% NaCl സൊല്യൂഷന് തുല്യമായിരിക്കണം. എന്തുകൊണ്ടാ? നമ്മളെ ബ്ലഡിലേക്ക് വെള്ളം വെറുതെ ഇഞ്ചക്ട് ചെയ്യാൻ പറ്റൂല. ഇറ്റ് ഷുഡ് ബി ഐസോട്ടോണിക് വിത്ത് ബ്ലഡ്. ഇല്ലെങ്കിൽ ബ്ലഡ് സെല്ല് പൊട്ടി ബ്ലഡ് സെല്ല് സ്വെല്ല് ചെയ്യും അല്ലെങ്കിൽ സ്ട്രിങ്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെൻ ബൈ ലാന്തനോയിഡ് കൺട്രാക്ഷൻ? ഇല്ലാത്തൊരു ചോദ്യ പേപ്പർ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ആൻഡ് അതിന്റെ ഏതെങ്കിലും 2 കോൺസിക്വൻസും നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട്. ലാന്തനോയിഡ് സീരീസിലെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അറ്റോമിക് റേഡിയസ് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം. അതിനെയാണ് എന്ത് വിളിക്കുക? ലാന്തനോയിഡ് കൺട്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. ലാന്തനോയിഡ് കൺട്രാക്ഷൻ മൂലമാണ് സിർക്കോണിയത്തിനും ഹാഫ്നിയത്തിനും ഒക്കെ അവരുടെ സിമിലർ സൈസിന്റെ റീസൺ എന്ന് പറയുന്നത് ലാന്തനോയിഡ് കൺട്രാക്ഷൻ ആണ്. അതേപോലെ അവരുടെ അറ്റോമിക് റേഡിയ ലാന്തനോയിഡ്സിന്റെ പ്യുവർ സ്റ്റേറ്റിൽ അറ്റോമിക് റേഡിയ സിമിലർ ആയിരിക്കും. അതുകൊണ്ട് അവരെ സെപ്പറേറ്റ് ചെയ്യാൻ, പ്യുവർ സ്റ്റേറ്റിൽ അവരെ വേർതിരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, അടുത്ത ചോദ്യം. വാട്ട് ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ഫ്രം റോൾസ് റോയ്സ് എക്സ്പെക്റ്റഡ് ബൈ മിക്സർ ഓഫ് ഫീനോൾ ആൻഡ് അനലിൻ? ഫീനോളും അനലിനും ഏതാ? നെഗറ്റീവ് ഡീവിയേഷൻ ആണ്. അവർ തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്താൽ റേറ്റ് ഓഫ് വേപ്പറൈസേഷൻ കുറയും. സോ ഇറ്റ് ഷോസ് നെഗറ്റീവ് ഡീവിയേഷൻ. യെസ്, അടുത്ത ചോദ്യം ഇതാണ്. റൈറ്റ് എനി 3 ആപ്ലിക്കേഷൻസ് ഓഫ് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ഏതെങ്കിലും 3 ആപ്ലിക്കേഷൻ നല്ല കാറ്റലിസ്റ്റുകളായിട്ട് ആക്ട് ചെയ്യും അല്ലേ? കാറ്റലിസ്റ്റുകളായിട്ട് അവർ ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ അലോയ്സ് ഒക്കെ നമുക്ക് കോയിൻസ് ഒക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ബാറ്ററീസ് മെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഉപയോഗിക്കുന്നുണ്ട്. ടൈറ്റാനിയം ഓക്സൈഡ് പിങ്ക്, അതായത് നമ്മളെ പ്യുവർ വൈറ്റ് കളറുള്ള എല്ലാ സാധനവും ടൈറ്റാനിയം ഡയോക്സൈഡ് അല്ലെങ്കിൽ ടൈറ്റാനിയം ഓക്സൈഡോ ആയിരിക്കും. അതേപോലെ ഫോട്ടോഗ്രാഫിയിലും സിൽവറിന്റെ ഒക്കെ കോമ്പൗണ്ട്സ് ഫോട്ടോഗ്രാഫിയിലും യൂസ് ചെയ്യാറുണ്ട്. അടുത്ത ചോദ്യം. കാൽക്കുലേറ്റ് ദ ഹാഫ് ലൈഫ് പീരിയഡ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഹൂസ് റേറ്റ് കോൺസ്റ്റന്റ് ഈസ് 200 സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. K is equal to റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട് 200 സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. ചോദിച്ചിരിക്കുന്നത് T ഹാഫ് ആണ്. T ഹാഫിന്റെ ഇക്വേഷൻ എന്താ? 0.693 by K. K ആണ്. K യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എത്ര സെക്കൻഡ് ആണെന്നുള്ളത് അത്രയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം. Give two difference between order and molecularity. സിമ്പിൾ ആണല്ലേ? എപ്പോഴും 2 മാർക്കിന് ചോദിക്കും. ഓർഡർ എന്താ? എക്സ്പെരിമെന്റൽ വാല്യൂ ആണ്. പക്ഷേ മോളിക്കുലാരിറ്റി ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ തന്നാൽ അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. തിയററ്റിക്കൽ വാല്യൂ ആണ്. അതെന്തെങ്കിലും ഫ്രാക്ഷൻ ആവാം. ഇതൊരിക്കലും എന്താവില്ല, ഫ്രാക്ഷൻ ആവൂല അല്ലേ? 0 ആകാം, 1 ആകാം, 1/2 ആകാം, എന്താകാം. മോളിക്കുലാരിറ്റി എപ്പോഴും 1, 2 പോലത്തെ പോസിറ്റീവ് ഇന്റീജേഴ്സ് ആയിരിക്കും. ഇറ്റ് ക്യാൻ നെവർ ബി 0. യെസ്, അടുത്തത് സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷനും മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻസും ആപ്ലിക്കബിൾ ആണ്. സിംഗിൾ സ്റ്റെപ്പ്. നെക്സ്റ്റ് ഈസ്. യെസ്, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. യെസ്.